അപ്പോൾ അർജൻറ്റീന അവരുടെ അവസാന മത്സരം ഗ്രൂപ്പ് മത്സരം വിജയത്തോടു കൂടി അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് റൗണ്ട് മത്സരങ്ങൾ നമുക്ക് അടുത്ത ആഴ്ചയാണ് ഉണ്ടാവുക. അപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അർജൻറ്റീന ഇപ്രാവശ്യം ഇറങ്ങിയത് അവരുടെ മെയിൻ താരങ്ങൾ ഒരുപാട് താരങ്ങൾ ഇല്ലാതെയാണ്. മെക്കാലിസ്റ്റർ ഇല്ല, എൻസോ ഫെർണാണ്ടസ് ഇല്ല, ഡീപോൾ ഇല്ല, പിന്നെ ലയണൽ മെസ്സി, ഇവരൊന്നും ഇല്ലാതെയാണ് അർജൻറ്റീന ഫസ്റ്റ് ലൈനപ്പ് ഇറങ്ങേണ്ടത്. നമ്മൾ മുമ്പ് പറഞ്ഞിരുന്ന പോലെ ഒരുവിധ എല്ലാ പ്ലെയേഴ്സിനും പ്ലേയിങ് ടൈം കൊടുക്കുക, യങ് പ്ലെയേഴ്സിനൊക്കെ എസ്പെഷ്യലി വേൾഡ് കപ്പിൽ ഒരു അവസരം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സ്കലോണി ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഹാഫിൽ എന്തിരുന്നാൽ പോലും അർജൻറ്റീന 2-0 ലീഡ് എടുത്തു. ദെൻ കളി 60 മിനിറ്റ് ആയപ്പോൾ ലയണൽ മെസ്സി അദ്ദേഹം തിരിച്ചു വന്നു. പിന്നെ ഓഫ്കോഴ്സ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഒരു മികച്ച ഫ്രീ കിക്കിലൂടെ അദ്ദേഹത്തിൻ്റെ ഈ വേൾഡ് കപ്പിലെ ഗോൾ സ്കോറിങ്ങിൻ്റെ എണ്ണം 6ലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ഇപ്പോൾ ലയണൽ മെസ്സിയാണ്. എംബാപ്പെ, വിനീഷ്യസ്, ഹാലൻഡ് പോലെയുള്ള യങ് പ്ലെയേഴ്സിനോട് മത്സരിക്കുന്നത് 39-കാരനാണ്. ഓക്കെ, അപ്പോൾ ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരൊറ്റ മത്സരത്തിൽ നിന്ന് മെസ്സി വേറെ 1-2 റെക്കോർഡുകൾ കൂടി നേടിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ഫ്രീ കിക്ക് ടേക്കേഴ്സിൻ്റെ എണ്ണത്തിൽ മെസ്സി 72 ഫ്രീ കിക്ക് ആയിട്ടുണ്ട്. അതായത് ഇനിയും ഫ്രണ്ടിലുള്ളത് ജുനിഞ്ഞോ, 77 ഫ്രീ കിക്കുള്ള ജുനിഞ്ഞോ മാത്രമാണുള്ളത്. അപ്പോൾ 72 ഫ്രീ കിക്കുകൾ നേടിയിട്ട് മെസ്സി ഇപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ ഉണ്ട്. ഏറ്റവും സ്പെഷ്യലായ ഒരു റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ, തുടർച്ചയായി 7 വേൾഡ് കപ്പ് മത്സരങ്ങളിൽ സ്കോർ ചെയ്യുന്ന ആദ്യ താരം. അതായത് വേൾഡ് കപ്പിൽ തുടർച്ചയായി കൊണ്ട് 7 മത്സരങ്ങളാണ് മെസ്സി സ്കോർ ചെയ്തിട്ടുള്ളത്. മുമ്പ് ഒരൊറ്റ താരം പോലും ഇങ്ങനെ സ്കോർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി ഇതൊരു അത്യുഗ്രൻ റെക്കോർഡാണ്. കാരണം ഇത് തകർക്കാൻ കുറച്ച് ഒരു ടൈം എടുക്കുന്നതെന്ന് തോന്നുന്നു. കാരണം 7 കളികൾ തുടർച്ചയായി സ്കോർ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് വേൾഡ് കപ്പ് പോലത്തെ ഒരു ടോപ്പ് ഫുട്ബോൾ ടൂർണമെൻറ്റിൽ. അപ്പോൾ മെസ്സി ഓരോ മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ, പുതിയ റെക്കോർഡുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ള കാര്യം നെക്സ്റ്റ് റൗണ്ടിനെ കുറിച്ചാണ്.